ആഗോളതലത്തിൽ വളരെയേറെ പ്രസിദ്ധിയാർജിച്ച ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് വേളാങ്കണ്ണി. രാജ്യത്തിന്റെ അകത്തുനിന്നും പുറത്തുനിന്നുമായി വിവിധ ഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഇവിടേക്ക് വർഷാവർഷം ഒഴുകിയെത്തുന്നത്. നിരവധി ഐതിഹ്യങ്ങളും വിശ്വാസ പാരമ്പര്യങ്ങളും വേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രത്തെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നു. അതിൽ തന്നെ ദേവാലയത്തിന്റെ അനുമതിയോ മറ്റ് ആധികാരികതയോ കൂടാതെ കച്ചവട ലക്ഷ്യത്തോടെ മാത്രം നടക്കുന്ന അനവധി കാര്യങ്ങളും ഇവിടെയുണ്ട്. ഒരു തവണയെങ്കിലും വേളാങ്കണ്ണി സന്ദർശിച്ചിട്ടുള്ളവർക്ക് ഇവ എളുപ്പത്തിൽ മനസ്സിലാകും. വേളാങ്കണ്ണി ബസിലിക്ക പരിസരത്ത് നടക്കുന്ന ഇത്തരം ദുരാചാരങ്ങൾക്കെതിരെ ഔദ്യോഗികമായി തന്നെ കർശന വിലക്കുമായി വന്നിരിക്കുകയാണ് ദേവാലയ അധികൃതർ. തീർത്ഥാടന കേന്ദ്രത്തിൽ വരുന്നവർ ഭവന നിർമ്മാണത്തിനും പുതിയ ബിസിനസ് അഭിവൃദ്ധിപ്പെടുന്നതിനും താഴും പൂട്ടും കെട്ടുന്നത് ഫലപ്രദമാണെന്ന വിധത്തിൽ നേരത്തെ മുതൽ പ്രചരണം നടന്നിരുന്നു. എന്നാൽ ഇത്തരമൊരു രീതി തീർത്ഥാടന കേന്ദ്രത്തിൽ ഇല്ല എന്ന് ദേവാലയ അധികൃതർ അറിയിക്കുന്നു. വിവിധ ഭാഷകളിൽ അർപ്പിക്കുന്ന വിശുദ്ധബലി അർപ്പണത്തെ തുടർന്ന് വൈദികരാണ് ഇതേക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മലയാളം, കൊങ്കിണി ഭാഷകളിൽ അനുദിനം വിശുദ്ധ കുർബാനയർപ്പണം നടക്കുന്ന മോർണിംഗ് സ്റ്റാർ ദേവാലയത്തിലും മുന്നറിയിപ്പ് നൽകുന്നത് പതിവാക്കിയിട്ടുണ്ട്. മാതാകുളത്തിന് സമീപത്തും കുരിശിന്റെ വഴി പാതയിൽ മുട്ടിന്മേൽ ഇഴഞ്ഞ് ത്യാഗത്തോടെ പ്രാർത്ഥിക്കുന്ന വീഥിയിലും അതിന്റെ പരിസരത്തുമൊക്കെയായി ഇത്തരത്തിൽ നിരവധി താഴും പൂട്ടും ചരടും വിൽപ്പന നടത്തുന്നവരുണ്ട്. ഇത് വാങ്ങരുതെന്നും ദേവാലയ പരിസരത്ത് ഇവ കെട്ടുന്നത് തെറ്റാണെന്നും നിരോധിക്കപ്പെട്ട കാര്യം ചെയ്യുന്നത് അനുഗ്രഹമായി മാറില്ല എന്നും ദേവാലയത്തിലെ വൈദിക നേതൃത്വം വ്യക്തമാക്കുന്നു. 2021 മുതൽ ഇത്തരം അനാചാരങ്ങൾക്കെതിരെ തീർത്ഥാടന കേന്ദ്രം നിലപാട് കടുപ്പിച്ചിരുന്നു. പൂട്ടുതൂക്കുന്ന കമ്പി മുറിച്ചു മാറ്റിയായിരുന്നു ആദ്യം നിയന്ത്രണം കൊണ്ടുവന്നത്. എന്നാൽ അതിന് കാര്യമായ ഫലമൊന്നും ഉണ്ടായില്ല. പിന്നീട് അൾത്താരയിലും ദേവാലയ പരിസരങ്ങളിലും പൂട്ടുകെട്ടുന്നത് തുടരുന്ന സാഹചര്യത്തിലാണ് വിശുദ്ധ കുർബാനയോട് അനുബന്ധിച്ച് മുന്നറിയിപ്പ് കൊടുക്കുവാൻ തീരുമാനിച്ചത്. ഭാവിയിൽ വേളാങ്കണ്ണിയിലേക്ക് തീർത്ഥാടനം നടത്തുവാനിരിക്കുന്നവരും കച്ചവടക്കാരുടെ തന്ത്രത്തിൽ വീണ് അനാചാരത്തിന് കൂട്ടുനിൽക്കരുതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്.